ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യമായിരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കാം. ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യമാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പം നമ്മൾ പഠിക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. The first letter of Peter, chapter 5, verse 6. വചനം ഇതാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ഹംബിൾ yourselves under the mighty hand of God. Humble yourself under the mighty hand of God so that He will exalt you in due time. വചനം വളരെ സിമ്പിളാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരം. ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊരു കരവും ശക്തമല്ല. നമ്മുടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്കൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് ശക്തി. വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നാൽ ദൈവം തക്ക സമയത്ത്, നമുക്ക് എന്തെല്ലാം പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളെ ദൈവം ഉയർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊക്കെ വിചാരിക്കും, എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? വിശ്വാസത്തോടെ അവിടുത്തോട് ചേർന്ന് നിൽക്ക്. കർത്താവിനറിയാം ഏത് സമയത്താണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തക്ക സമയത്ത് നമ്മളെ ഉയർത്തപ്പെടാൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാം. Let us humble ourselves so that He will exalt us in due time. Amen.